പക്ഷെ ഇങ്ങനെ ഫേക്ക് നെയിൽസ് ഒട്ടിക്കാണ്. നമ്മൾ പഴയൊരു വീഡിയോ കണ്ടു കാണാം. ഇട്ടില്ലേ? കട്ട് ചെയ്ത് കളഞ്ഞോ? ആ എന്നാ പിന്നെ ഇത് കട്ട് ചെയ്ത്. ഇതാണ് ഫേക്ക് നെയിൽസ്. അപ്പോൾ ആശ ഇതിങ്ങനെ ഈ പശ വെച്ചിട്ട് നെയിൽസിൽ ഒട്ടിക്കും. എന്നിട്ട് എന്താ ഇതാണ് ഇതിന്റെ സംഗതി കേട്ടാ. അപ്പോൾ ടെക്നിക്ക് കിട്ടിയിട്ടില്ലേ? ഓക്കെ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകതയില്ല. നാളെ ഫെബ്രുവരി 14 അപ്പോൾ ഇന്ന് നൈറ്റ് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രിപ്പ് പോവാണ്. മതി. അപ്പോൾ നമ്മൾ ന്യൂയോർക്കിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ആശ്നത റെഡിയായി, ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ വണ്ടി കൊണ്ട് വെച്ചു. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം സംഭവം എല്ലാവരും അറിഞ്ഞാണല്ലോ, നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. എല്ലാം പെട്ടെന്നായിരുന്നു. ഷർവിടെ കല്യാണം കഴിഞ്ഞു, പ്രപ്പോസൽ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. അപ്പം എല്ലാവരും അറിയിച്ചു, ഞാൻ എല്ലാവരും അറിയിച്ചായിരുന്നല്ലോ. അപ്പോൾ നാട്ടിൽ വന്നു. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരു 10 ദിവസം ഉണ്ടായിരുന്നല്ലോ നാട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കറങ്ങാനുള്ള സമയം കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇങ്ങോട്ട് പോന്നു. ഇവിടുന്ന് ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫർണിഷ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. അല്ല ആശം കുറേ വീഡിയോ എടുത്തിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. നമുക്ക് വണ്ടിയിലേക്ക് പോവാം. നേരെ ട്രിപ്പ് ടു ന്യൂയോർക്ക്. വാലന്റൈൻസ് ഡേയുടെ ആയതുകൊണ്ട് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ സ്നോയാണ് കേട്ടോ, സ്നോയാണ്. അപ്പോൾ ഇതുണ്ടോ ഫുള്ള് മഴയുണ്ട് കേട്ടോ. മഴയും സ്നോയും ഒരുമിച്ച് ഓടിക്കയറണം. വണ്ടി കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. എവിടെയെല്ലാം സ്നോ വീണ് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ വണ്ടി സ്റ്റാർട്ട് ചെയ്താണ്. ഇതാണ് നമ്മൾ പോകുന്ന വഴി. നേരെ ഇതിങ്ങനെ ഇതവിടുന്ന് ഇതങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. കാണുന്നില്ലേ? ഭാഷ തണുത്ത് കറച്ചിരിപ്പുണ്ട്. നമ്മൾ ഹീറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. വേണ്ട മഞ്ഞ് ഓൾറെഡി സ്നോ ആണ് കേട്ടോ പുറത്തൊക്കെ. ഇച്ചിരി ഭയങ്കര സൂക്ഷിച്ചു വേണം പോവാൻ. അപ്പോൾ ഇവിടെ ഉണ്ടോ സ്നോ വീണ് കിടക്കുകയാണ്. സൈഡിലൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങുന്ന ആ വഴിയാണ്. അപ്പോൾ ഈ മരത്തിലൊക്കെ ഇങ്ങനെ സ്നോ ഇരുന്നിട്ട് കാണാൻ നല്ല രസമുണ്ട്. മഞ്ഞ് പെയ്ത് കിടക്കുമ്പോൾ നല്ല രസമാണ്. ഇതിപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയതാണ്. റോഡൊക്കെ ആക്ച്വലി അവർ ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ നമ്മളൊന്ന് വാൾമാർട്ടിൽ കയറുകയാണ് ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര തിരക്കായിരുന്നു. പാർക്കിംഗ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ഇന്ന് നല്ല തിരക്കുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ആള് വരും. കണ്ടോ വണ്ടിയിൽ കൺവീലി കണ്ടോ? കൺവീലി എക്സിറ്റ് ആണോ? അങ്ങനെ വൈപ്പൊക്കെ എടുത്തിട്ട് വൈപ്പൊക്കെ ചെയ്തിട്ട് മേടിച്ചോ. ആശനക്ക് ചെവി മൂടുന്ന തൊപ്പി വേണം. തൊപ്പി മേടിക്കാൻ വേണ്ടി നല്ല പരിപാടിയാണ്.
കുറച്ച് ഗ്ലൗസ് എടുക്കുവാണ്. നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ ഗ്ലൗസ് കയ്യിലുണ്ട്, പക്ഷേ ഒരു ഗ്ലൗസ് കൂടി എടുക്കുവാണ് എക്സ്ട്രാ. സൈക്കാണ് ആശ. അതാ ഒരു ട്രിപ്പ് പോകുമ്പോൾ കമ്മലും വളയൊക്കെ മേടിക്കണം. സൈക്കോ. നമ്മൾ വാലന്റൈൻസ് ഡേ കാണുന്നവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാലന്റൈൻസ് ഡേ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരെ കിട്ടിയാലും നമ്മളിത് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ്. ആശ നിനക്ക് വേണോ? ഹാപ്പി വാലന്റൈൻസ് ഡേ. അതിന് പോകാം. ഇങ്ങനെ പോകാം. റെഡ് എടുക്കാം. വാലന്റൈൻസ് ഡേ അല്ല, റെഡിലിരിക്കണം. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റെഡ് നെയിൽസ്. ഇതന്ന് എനിക്ക് വേണ്ടിയല്ല കേട്ടോ. ഇതൊന്നും എനിക്കാണോ? അതായത് ഒഴിഞ്ഞു വെക്കുന്നല്ലേ. നമ്മളിത് ഷോപ്പിംഗ് കഴിഞ്ഞു. വണ്ടിയിലേക്ക് പോവാം കേട്ടോ. ബില്ലിങ്ങിന് അവിടെ തിരക്കായിരുന്നു, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. സെൽഫ് ചെക്കൗട്ടായിരുന്നു. ഇത് നേരെ കാറിലേക്ക് പോവാണ്. ആശ ഒരു കിങ്ക് സാധനം മേടിച്ചിട്ടുണ്ട്. ഞാനല്ല. ഐസ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ? ഇവിടുന്ന് സ്നോ റിമൂവ് ചെയ്തിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ടേക്കുന്ന വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ? വണ്ടിയുടെ കൂട്ടിയിട്ട് അവിടെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ? കുറേ കൂട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ സ്നോ കാരണം? ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ നിർത്തുന്നില്ല. ഫുഡ് കഴിക്കാന്ന് നിർത്തും. ഡയറക്റ്റ് ഒറ്റ പോക്കാണേ. ഓക്കെ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് ബർഗറൊക്കെ അടിച്ചിട്ട് ഇപ്പം പിന്നെ ആശാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആശ കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇപ്പോഴാണ് ആശാനെ ഇൻഷുറൻസിൽ ആഡ് ചെയ്തത്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇനി ഞാൻ പഠിപ്പിച്ചെടുക്കണം. പഠിപ്പിച്ചോണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ന്യൂയോർക്കിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ന്യൂയോർക്കിൻ്റെ ഫസ്റ്റ് ഇതാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ ബിൽഡിങ് കാണുന്നുണ്ടോ? ഓരോ കേസ്. അപ്പോൾ നമ്മൾ അതാ ഹോട്ടലെത്തി ആശിന അതാ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക ചെക്ക് ഇൻ ചെയ്തു. അപ്പം ഇതാണ് നമ്മുടെ ഹോട്ടൽ. അടിപൊളി സിറ്റി വ്യൂ ഒക്കെ ഉണ്ട് പുറത്ത്. അപ്പോൾ ഇതിൻ്റെ 20th ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇങ്ങ് താഴെ നോക്കുക, താഴെ കാണാം ഇതല്ല. ഓക്കെ, അപ്പം എന്താ പറയുക, ഇപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്താണ് നമുക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ വണ്ടി പാർക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. പെയ്ഡ് പാർക്കിംഗ് ഒക്കെ ഉള്ളൂ. അപ്പോൾ പാർക്കൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് നേരെ അങ്ങോട്ട് പോകണം. അപ്പം നമുക്ക് കാണാം. അപ്പോൾ നമ്മളിതാ റെഡി ആയിട്ടുണ്ട്. ആശ്രത സുന്ദരി കുട്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ കറക്റ്റ് 6 o'clock 2 മണിക്കൂർ ടൈം ഉള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് കാണാം. അവിടെ കേസ് നമ്മളിതാ
ടേബിളിൽ എത്തിയിട്ടുണ്ട്. ഇതാ റൂഫ് ടോപ്പാണ് ആക്ച്വലി. റൂഫ് ടോപ്പിനകത്ത് അതിൻ്റെ ആംബിയൻസ് എന്തോ. നമ്മുടെ ഡിന്നർ വാലന്റൈൻസ് ഡേ ഡിന്നറാണ്. ചെറിയൊരു ടൗണിന്റെ വ്യൂ ഒക്കെ ഉണ്ട് ഇവിടുന്ന്. സിറ്റി വ്യൂ ഉണ്ട് ഇവിടെ. ലൈറ്റ് ഒന്നും ഇല്ല അധികം. ഞങ്ങൾക്കൊരു മെന്യൂ തന്നിട്ടുണ്ട്, അപ്പം അതിൽ നിന്ന് പിക്ക് ചെയ്യണം. അത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലാണ്. ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഷാമ്പെയിനാണുള്ളത്. അപ്പം എല്ലാവർക്കും വാലന്റൈൻസ് ഡേ വിഷ് ചെയ്തുകൊണ്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ. നമ്മുടെ ഫസ്റ്റ് ഫുഡ് വന്നിട്ടുണ്ട്. സൂപ്പാണ്. ലോബ്സ്റ്റർ ബിസ്കറ്റ് എന്ന് പറഞ്ഞിട്ട് സൂപ്പാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ആശ ഓൾറെഡി കഴിക്കാൻ തുടങ്ങി. ഞാൻ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് സൂപ്പ് കഴിക്കാം. അപ്പോൾ അത് അടുത്ത ഫുഡ് വന്നിട്ടുണ്ട്. ആക്ച്വലി പാസ്തയാണ്. ലോബ്സ്റ്റർ പാസ്ത എന്ന് പറയുന്നത്. ഞങ്ങൾ ഫുൾ ഇന്ന് ലോബ്സ്റ്ററിന്റെ ഐറ്റംസ് ആണ് ഇന്ന് മൊത്തം ഓർഡർ ചെയ്തേക്കുന്നത്. സൂപ്പ് ഒഴിച്ചു, അതും ലോബ്സ്റ്റർ ആയിരുന്നു. ഉപ്പിന്റെ ഒക്കെ കുറവുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും പെപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ താഴെ ഇറങ്ങി. ഇനി നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ തിരിച്ച് റൂമിലെത്തി. നമ്മൾ നല്ല തണുപ്പാണ്. പുറത്ത് ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് ഞങ്ങൾ കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ തണുപ്പ് നമ്മൾ ഈ ഇട്ട ഡ്രസ്സ് കൊണ്ട് നമുക്ക് ഈ ഡ്രസ്സ് കൊണ്ട് നമുക്ക് നിൽക്കില്ല. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. അപ്പോൾ നമ്മളിത് അതൊക്കെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു 2-3 ലെയറൊക്കെ അടിച്ച് കയറ്റി ജാക്കറ്റൊക്കെ കയറ്റിയിട്ട് കാണാം. എന്നിട്ട് നമുക്ക് പുറത്തൊന്ന് കറങ്ങാം. ന്യൂയോർക്കിൻ്റെ ടൈം സ്ക്വയർ അവിടെ ഇടയ്ക്കൊന്ന് പോയി നൈറ്റ് വ്യൂ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കോസ്റ്റ്യൂം. ഫുൾ ലെയർ അടിച്ച് ഫുൾ സെറ്റ് ഇറങ്ങാൻ പറ്റുന്നില്ല. ആശയ്ക്ക് നയിക്കാൻ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ ഭയങ്കര ചൂടാട്ടോ. നമ്മൾ ഐസിൽ എന്താ എവറസ്റ്റ് കിടക്കാൻ പോകുന്ന പോലെ പോകണേ സെറ്റപ്പിൽ. ഓക്കെ, അപ്പം നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. നടക്കുകയാണ്. ഇതാ തണുത്ത് വേർച്ച് ഇത്രയും ജാക്കറ്റും ഇത്രയും കാര്യം ഇട്ടിട്ടും ഞങ്ങൾക്ക് തണുത്തിട്ട് വയ്യ. നമ്മൾ മെയിൻ ഡൗൺ ടൗണിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. എന്താ പറയുക, കൊള്ളാം സംഭവം. സിറ്റിയുടെ ഒരു വ്യൂ ഒക്കെ ഉണ്ട്. നമ്മുടെ സിറ്റി ഉറങ്ങാറില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാം. പണ്ട് വന്നപ്പോൾ ഇതിൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് കുറവാട്ടോ. തണുപ്പുകൊണ്ടാണ് കൊറോണ കൊണ്ടാണെന്നറിയില്ല. തണുപ്പിൽ നിന്ന് രക്ഷയുടെ ഒരു വഴിയുണ്ട്. ഏതെങ്കിലും ഒരു കടയിൽ സാധനം മേടിക്കാൻ കയറുന്നവരെ കയറുക. അതേ ഉള്ളൊരു വഴി. ഞങ്ങൾ ഒരു രക്ഷയില്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഐഡിയ ആണിത്. ഞാൻ ഇതിനകത്ത് കുറച്ച് വ്യൂസ് ഒക്കെ കാണിച്ചു തരാം. ന്യൂയോർക്ക് ഇപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ നല്ല സ്ട്രീറ്റിലൊക്കെ നല്ല വ്യൂ ആണ്. അത് കാണിച്ചു തരാം. ഇതാ ടൈം സ്ക്വയർ കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പുക വരുന്നുണ്ട്. അത് സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. നമുക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് നോക്കാം. അല്ല, ഇവിടെ ബ്ലോക്കിലോ. ഇപ്പോൾ നമ്മളിതാ ടൈം സ്ക്വയറിൻ്റെ പഴയ സ്ഥലത്തെത്തി. അപ്പോൾ നമ്മളിങ്ങനെ താഴെ നിന്ന് കറങ്ങാണ്.
ഓൾറെഡി കഴിച്ച അപ്പോൾ നമ്മൾ ന്യൂയോർക്കിൻ്റെ മെയിൻ അട്രാക്ഷനായ ടൈം സ്ക്വയറിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ടൈം സ്ക്വയർ ഇതാ ബാക്കിൽ കണ്ട അവിടെ ടൈം സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇതാ നമ്മൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. കൊറോണ ആണെങ്കിലും ആൾക്കാർക്ക് കുറവൊന്നുമില്ല. നമ്മൾ കുറേ പിക്ചർ സ്പോട്ടാണ്, നമ്മൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. സ്റ്റേഴ്സ് ആണെങ്കിലും കേട്ടോ, സ്റ്റേഴ്സിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സിറ്റി കാണാം. അപ്പം നമ്മളെന്താ സംഭവം, അതാ തിരിച്ച് റൂമിലേക്ക് പോകാം കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞു കറങ്ങി ഒരു ലൈവൊക്കെ ഇട്ടിട്ടുണ്ട്. ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ നാളെയാണ് ഇനി അടുത്ത വീഡിയോ. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. ഇതൊരു വ്ളോഗാക്കി നമ്മൾ ഇടും. പിന്നെ അടുത്ത പുതിയ വീഡിയോയിൽ ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ പരിപാടികളൊക്കെ കാണിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാം, കമൻ്റ് അടിക്കുക, അങ്ങനെ എല്ലാം സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.